മലയാളത്തിലെ ആദ്യ 50ഉം 100ഉം 250ഉം കോടിയെല്ലാം പിറന്നത് ആ നായകൻ്റെ സിനിമകളിലൂടെയാണ്. അതിന് തുടക്കമിട്ടതോ മോളിവുഡിൻ്റെ സ്കീമാറ്റിക്സ് തന്നെ മാറ്റിയ ദൃശ്യത്തിലൂടെ. വെറുമൊരു ഫാമിലി ഡ്രാമ പ്രതീക്ഷിച്ചു പോയവർക്ക് കിട്ടിയത് ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ജോർജ് കുട്ടിയും കുടുംബവും ആഗസ്റ്റ് 2, 3 പാറപ്പള്ളിയും ധ്യാനവും എല്ലാം മലയാളി നിത്യജീവിതത്തിൻ്റെ ഭാഗമായി. മലയാളത്തിൻ്റെ ആദ്യ 50 കോടി എന്ന ഖ്യാതിയോടെയാണ് 2013 ദൃശ്യം ഓട്ടം അവസാനിപ്പിച്ചത്. 62 കോടിയായിരുന്നു ചിത്രത്തിൻ്റെ ഫൈനൽ കളക്ഷൻ. പിന്നീട് ഇങ്ങോട്ടുള്ള കാലം ആ സിനിമ ഒരു ശരാശരി മലയാളി സിനി ഫൈലിൻ്റെ ചർച്ചകളിൽ നിറഞ്ഞു നിന്നു. 13 വർഷങ്ങൾക്കിപ്പുറവും മലയാളിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ആ കഥയും കഥാപാത്രങ്ങളും തന്നെയാണ് ചർച്ച. കന്നഡ, തെലുങ്ക്, തമിഴ്, ഹിന്ദി, സിംഗള, ചൈനീസ് അങ്ങനെ അതിർത്തികൾ താണ്ടിയുള്ള റീമേക്കുകൾ ദൃശ്യത്തെ ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു. രണ്ടാം ഭാഗം കോവിഡ് എന്ന മഹാമാരിയുടെ വ്യാപനത്താൽ OTTയിൽ റിലീസായി. ജോർജ് കുട്ടിയും കുടുംബവും പിടിക്കപ്പെടുമോ എന്ന ആശങ്ക അന്നേരവും ഒരു പിടി പോലും കുറഞ്ഞിരുന്നില്ല. ആമസോൺ പ്രൈമിലൂടെ എത്തിയ സിനിമയുടെ ഗംഭീര സ്വീകാര്യത തിയേറ്റർ റിലീസ് മിസ്സായ നിരാശയിൽ പ്രകടമായിരുന്നു. മേക്കിങ്ങിൽ പല വിമർശനങ്ങൾ കേൾക്കുമ്പോഴും കഥയുടെയും പ്ലോട്ട് ട്വിസ്റ്റുകളുടെയും മികവിൽ അതിനെയെല്ലാം കവച്ചു വെക്കുന്നതായിരുന്നു പുറത്തിറങ്ങിയ 2 ഭാഗങ്ങളും. പ്രേക്ഷകന്റെ കോൺഷ്യസ്നെസ്സിനെ വട്ടം കറക്കുന്ന ജീത്തു ജോസഫ് മാജിക് തന്നെയാണ് അത്രയും വലിയ സ്വീകാര്യതയ്ക്കും ഇപ്പോഴുള്ള കാത്തിരിപ്പിനും പ്രധാന കാരണം. ത്രില്ലറുകൾ ഓരോന്ന് വരുമ്പോഴും ബെഞ്ച് മാർക്കായി ദൃശ്യം തുടരുന്നതും ആ മാന്ത്രികത കൊണ്ടാണ്.